നമുക്ക് അല്ലാഹു തആല നൽകുന്ന ഇൽമ്, ആ ഇൽമിനെ ഹിക്മത്തായി അല്ലാഹു തആല മാറ്റി തന്നാൽ ഉള്ള ഇൽമിന് വലിയ പവർ ലഭിക്കും. അല്ലാഹു തആല എല്ലാവർക്കും അങ്ങ് ഹിക്മത്ത് നൽകൂലല്ലോ. യുത്തിൽ ഹിക്മത മൻ യശാ വമൻ യുതൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ വമാ യദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു ഹിക്മത്ത് നൽകും. യുത്തിൽ ഹിക്മത മൻ യശാ, അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു ഹിക്മത്ത് നൽകും. എന്താണ് ഹിക്മത്തിന് മഹാന്മാർ കൊടുക്കുന്ന വ്യാഖ്യാനം? ജലാലുദ്ദീനുൽ മഹല്ലി റഹ്മത്തുള്ളാഹി അലൈഹി ഹിക്മത്തിന് നൽകിയിരിക്കുന്ന വ്യാഖ്യാനം എന്താണ്? അൽ ഇൽമുൻ നാഫിഉ അൽ മുഅദ്ദി ഇലൽ അമൽ. അറിവ് എന്ന് പറഞ്ഞു നിർത്തിയിട്ടില്ല. അൽ ഇൽമുൻ നാഫിഉ, ഉപകാരപ്രദമായ അറിവ്. ഉപകാരപ്രദമായ അറിവിനുള്ള ഒരു സ്വഭാവമാണ് അൽ മുഅദ്ദി ഇലൽ അമൽ, പ്രവർത്തനത്തിലേക്ക് നയിക്കുന്ന ഇൽമാണത്. മനസ്സിൽ അതങ്ങനെ സൂക്ഷിച്ചു കൊണ്ട് നടക്കാൻ വേണ്ടി മാത്രമല്ല, ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കേണ്ട ഘട്ടങ്ങൾ വരുമ്പോ ആ അറിവനുസരിച്ചായിരിക്കും അവിടെ മുന്നോട്ട് നീങ്ങുന്നത്. കുറെ പഠിച്ചു വെച്ചു എന്നതുകൊണ്ട് മാത്രമല്ല, ആ പഠിച്ചത് പ്രവർത്തന തലത്തിൽ അങ്ങനെ ഉപകാരപ്പെടുന്ന രീതിയിലാക്കണം. പഠിച്ചു വെച്ച ഒരുപാട് അറിവുണ്ട്, പക്ഷേ ഇപ്പോഴും പലതും പ്രവർത്തനത്തിലേക്ക് വരാത്തതുണ്ട്, അല്ലേ? ഉണ്ട്. ഒരു ഉദാഹരണം പറയാം, കുറെ പറയാൻ തരല്ല. ഒരു ഉദാഹരണം പറയാം. എന്താ ഉദാഹരണം? മിസ്വാക്ക് എടുക്കാം. മിസ്വാക്ക് ചെയ്യുന്ന രൂപം, മിസ്വാക്ക് ചെയ്യുന്ന രൂപമല്ല, മിസ്വാക്ക് ചെയ്യുന്ന അവസ്ഥ. രാവിലെ എഴുന്നേറ്റാൽ രണ്ടു തരം മിസ്വാക്കിന്റെ സുന്നത്തുണ്ട് നമുക്ക്. ഒന്ന് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ സുന്നത്തായ മിസ്വാക്കുണ്ട്, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിനുള്ള സുന്നത്തായ മിസ്വാക്ക്. മറ്റൊന്ന് ഉളൂവിന്റെ കൂടെ ഒരു മിസ്വാക്കുണ്ട്, ഉളൂവിനുണ്ടല്ലോ ഒരു മിസ്വാക്ക്. പക്ഷേ ഇത് രണ്ടും ഒരുമിച്ച് കിട്ടാൻ നല്ലത് ആദ്യം എഴുന്നേൽക്കുന്ന സമയത്ത് രണ്ട് കൈ കഴുകിയിട്ട് ഒന്ന് വായിൽ വെള്ളം കൊപ്പിളിച്ച് മുഖന്ന് കഴുകിയിട്ട് പിന്നെയാണല്ലോ മൂത്രയിക്കേണ്ടത്. അങ്ങനെയാണ് വേണ്ടത്. അതിൽ തന്നെ നേരെ പോയിട്ട് അങ്ങോട്ട് മൂത്രയിക്കല്ലോ വേണ്ടത്. എഴുന്നേറ്റ ഉടനെ തന്നെ ദിക്ർ ചൊല്ലണം. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ദിക്ർ ചൊല്ലിയ ശേഷം പിന്നെ എന്ത് ചെയ്യണം? പിന്നെ നേരെ പോയിട്ട് രണ്ട് കൈ കഴുകണം 3 പ്രാവശ്യം. നല്ലോണം കഴുകണം. പിന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കണം 3 പ്രാവശ്യം. പിന്നെ മുഖന്ന് കഴുകണം. ഇത് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ സുന്നത്തുകളാണ്. ഇത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ ആ 1-2 നിർവഹിക്കേണ്ടത്. ആ 1-2 നിർവഹിച്ചതിന് ശേഷം 1-2 നിർവഹിച്ചതിന് ശേഷം പോന്നിട്ട് പിന്നെ നേരെ മിസ്വാക്ക് എടുത്ത് അങ്ങോട്ട് തുടങ്ങില്ല. അങ്ങനെ കുറെ ആൾക്കാർ ചെയ്യില്ല. നേരെ മിസ്വാക്കിൽ പേസ്റ്റ് അല്ലെങ്കിൽ പൊടി എന്തോ ആക്കിയിട്ട് നേരെ അങ്ങോട്ട് മിസ്വാക്ക് ചെയ്ത് അവിടെ വെച്ച ശേഷം പിന്നെ കാണാം അങ്ങനല്ല നിർവഹിക്കേണ്ടത്. അങ്ങനെ നിർവഹിച്ചാൽ നിയ്യത്ത് വെച്ചാൽ തന്നെ ആകെ ഒരു സുന്നത്തെ ലഭിക്കുള്ളൂ. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ ഒരു മിസ്വാക്ക് നമുക്ക് കിട്ടുള്ളൂ. സയ്യിദ് മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, ഉളൂ പഠിപ്പിക്കുമ്പോൾ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി പഠിപ്പിക്കുന്നു, എല്ലാ മഹാന്മാരും പഠിപ്പിക്കുന്നു. ഉളൂ പഠിപ്പിക്കുന്നിടത്ത് ബിസ്മി ചൊല്ലി ദിക്ർ ചൊല്ലി മുൻകൈ കഴുകിയ ശേഷം അടുത്ത സുന്നത്ത് എന്താ? മുൻകൈ കഴുകിയ ശേഷം ഒരാൾ മുൻകൈ കഴുകി ആദ്യം തന്നെ. മുൻകൈ കഴുകി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സുന്നത്ത് എന്താ? ഫസിവാക്കുൻ. മുൻകൈ കഴുകിയ ശേഷം മിസ്വാക്ക് ചെയ്യണം. അങ്ങനെ വേണ്ട. മിസ്വാക്ക് ചെയ്ത ശേഷം ഫമദ്മദത്തുൻ വസ്തിൻശാഖുൻ. മിസ്വാക്കിന് ശേഷം കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ട്. അപ്പൊ ഉളൂവിന്റെ കൂടെയുള്ള മിസ്വാക്കും കിട്ടി, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ സുന്നത്തായ മിസ്വാക്കും രണ്ടും ഒറ്റയ്ക്ക് കിട്ടി. നേരത്തെ മിസ്വാക്ക് ചെയ്തിട്ട് അഴുതു ബിസ്മി ചൊല്ലിയിട്ട് മുൻകൈ കഴുകാൻ നിന്നാൽ ഒരു സുന്നത്ത് മാത്രമേ കിട്ടുള്ളൂ, ഉളൂവിലുള്ള മിസ്വാക്ക് കിട്ടൂല. ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ തന്നെ പതിവായി പോകുന്ന ആൾക്കാരെ കാണാം. മിസ്വാക്ക് ആദ്യം കൊണ്ട് ചെയ്യും, പിന്നെ അഴുതു ബിസ്മി ചൊല്ലിയിട്ട് മുൻകൈ കഴുകിയിട്ട് അങ്ങനെ കൊടുക്കണം കാണും.